ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനം 1.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. നിരോധനം വന്നതോടെ വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മാത്രമല്ല കേരളത്തിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിനും വലിയ ആഘാതമാണ് ഉണ്ടായത്. രാത്രിയാത്രാ നിരോധനം നീക്കുമെന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ വാഗ്ദാനം നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. വലിയ ജനകീയ പ്രതിഷേധം നിരവധി സംഘടനകൾ നടത്തിയെങ്കിലും പരിഹാര മാർഗങ്ങളും ഉണ്ടായില്ല. റോഡ് എന്ന് തുറക്കുമെന്നോർത്ത് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ഒരു ജനത ഇന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കർണാടക സർക്കാർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടുത്തെ MP ഒന്ന് ഇടപെട്ടാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിലുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറുവിരൽ പോലും അനക്കാതെ വയനാട്ടുകാരെ വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ MP മാർ സ്വീകരിച്ചിട്ടുള്ളത്. കർണാടക സർക്കാരിനെ കൊണ്ട് രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാനുള്ള തീരുമാനമെടുപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ വനംവകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലാണ് അന്ന് പറഞ്ഞത്, ഇത് നീക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, രാത്രി 6 മുതൽ 6 വരെ ആക്കുക, പകരം കുട്ട ഗോണിക്കുപ്പയിലൂടെയുള്ള റെയിൽ സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് അദ്ദേഹം ആ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത് വളരെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സംവിധാനമായിരുന്നു. അന്നേ ഈ രാത്രിയാത്രാ നിരോധനം സുഗമമായി നീക്കാമായിരുന്നു. കേന്ദ്ര സർക്കാർ നല്ല നിലപാടെടുത്തിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള, പക്ഷേ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പരാമർശം നടത്തിയത് കൊണ്ട് മാത്രമാണ് അത് അന്ന് നീക്കാതെ പോയത്. പ്രായോഗികമായൊരു പരിഹാരം എന്നുള്ളത് ടണലാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും ടണലുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ടണൽ ബോറിംഗ് മെഷീനുകൾ ഇന്ത്യയിൽ വ്യാപകമായി ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വനത്തിനടിയിലൂടെ ടണൽ നിർമ്മിക്കുകയാണ് എങ്കിൽ യാതൊരു വിധത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഈ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഏകദേശം 13 കിലോമീറ്റർ ടണൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്തു പോകുന്നതിന് വേണ്ടി സാധിക്കും. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1.5 പതിറ്റാണ്ട് പിന്നിടുകയാണ് ഈ രാത്രിയാത്രാ നിരോധനം. ഇതെന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ഇതുവരെയും ഒരു ഉത്തരമില്ല. യഥാർത്ഥത്തിൽ വയനാട്ടുകാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മാത്രമല്ല അതുവഴി സംസ്ഥാനത്തേക്കുള്ള ചരക്ക് ഗതാഗതം ഏതാണ്ട് വലിയ ആഘാതം നേരിടുന്ന അവസ്ഥയുമാണ്. ഇത് അതായത് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലൂടെയുള്ള രാത്രികാലങ്ങളിലുള്ള വാഹനങ്ങളുടെ യാത്ര വന്യമൃഗങ്ങളുടെ ശൈര്യവിഹാരത്തെ തകർക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അന്ന്, അതായത് 2009 കാലഘട്ടത്തിൽ ചാമരാജ് ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു ഉത്തരവിറക്കുകയാണ്. ആദ്യം ഇതിന്റെ തുടക്കം രാത്രികാലങ്ങളിൽ രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഈ വഴിയിലൂടെയുള്ള യാത്ര തടസ്സപ്പെടുത്തി അതിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. തൊട്ടു പിന്നാലെ തന്നെ കർണാടക സർക്കാർ ആ നിരോധനം നിലവിൽ കൊണ്ടുവന്നു. പിന്നീട് ഇങ്ങോട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. 2010 കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ബന്ദിപ്പൂർ ഈ പാത താൽക്കാലികമായി തുറന്നു കൊടുത്തെങ്കിലും പിന്നീട് സ്ഥിരമായി അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് പ്രധാനമായും കേരള കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ്. ദേശീയപാത 766, അതായത് പഴയ നാഷണൽ ഹൈവേ 212 ആണ്. ഈ 272 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൂരം. അതായത് കർണാടകയിലെ കൊല്ലഗിൽ നിന്ന് ആരംഭിച്ച് കൊല്ലഗൽ, മൈസൂരു, ഗുണ്ടൽപേട്ട്, മുത്തങ്ങ, ബത്തേരി, കോഴിക്കോട് അങ്ങനെ 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാത 766-ൽ 25 കിലോമീറ്റർ മേഖല, 29 കിലോമീറ്ററാണ് വനമേഖലയുള്ളത്. അതായത് വയനാട് കേരള സംസ്ഥാനത്തിന്റെ കീഴിലുള്ള 10 കിലോമീറ്ററും ഒപ്പം കർണാടക സംസ്ഥാനത്തിന്റെ കീഴിലായി വരുന്ന 19 കിലോമീറ്ററും, ആകെ മൊത്തം 29 കിലോമീറ്റർ വനമേഖല ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുന്നു. ആ മേഖലയിൽ 19 കിലോമീറ്റർ വരുന്ന ആ ദൂരത്തിലാണ് ഇപ്പോൾ കർണാടക സർക്കാർ ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനം കൊണ്ടുവന്നത്. 17 വർഷത്തോളമായി ഇത്തരത്തിൽ ഈ രാത്രിയാത്രാ നിരോധനം കൊണ്ടുവന്നത്. അതിനുശേഷം പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് മാത്രമല്ല മലബാറിലേക്കൊക്കെ എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ്. ആ പാതയിൽ നിരോധനം വന്നതിന് ശേഷം വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല ഗതാഗതം ഈ ചരക്ക് ഗതാഗതത്തിനൊക്കെ വലിയ ആഘാതമുണ്ടായി. മലബാർ മേഖലയിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് വന്നു. രാത്രി 9 മണിയോടുകൂടി അടയ്ക്കുന്ന പാത രാവിലെ 6 മണിയോടുകൂടിയാണ് തുറക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും ആ മേഖലയിലേക്ക് വന്ന് രാത്രി 9 മണിക്ക് മുൻപ് ചെക്ക് പോസ്റ്റ് എത്താൻ ശ്രമിച്ച് അവിടെ എത്തി കുടുങ്ങുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല വയനാടിന്റെ വികസനത്തിന് വലിയ തോതിൽ ബുദ്ധിമുട്ടായി. നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും നിലവിൽ ഇപ്പോഴും രാത്രിയാത്രാ നിരോധനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് വയനാട്ടുകാരും ഒപ്പം മലയാളികളായിട്ടുള്ള കേരളത്തിലുള്ള ആളുകളും. വിനീത, ശരി, ഏതായാലും 1.5 പതിറ്റാണ്ടായിട്ടുള്ള ആവശ്യമാണ് ഈ രാത്രിയാത്രാ നിരോധനം നീക്കണമെന്നത്. ഇതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ചൂടുപിടിക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും ഇതൊരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.